ഹലോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് കുലാലംപൂർ എയർപോർട്ടിലാണ്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ബാലിയാണ്. ഇനി 1 മണിക്കൂറിലാണ് ഫ്ലൈറ്റ്. ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്ന് 12:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. ഭയങ്കര ടയർഡായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. സോ ലെറ്റ്സ് ഗോ ടു ബാലി. കൊച്ചിയിൽ നിന്ന് രാത്രി 12:30-ക്കായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് കോലാലംപൂരിലേക്ക്. അപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിൽ നിന്ന് രാത്രി 12:30-ക്ക് ബോർഡ് ചെയ്ത് കോലാലംപൂർ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ എത്തി. നല്ലൊരു പണി കിട്ടി ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് 11:05 ഉണ്ടായിരുന്നത് ക്യാൻസലായി. ബാലിയിൽ വോൾക്കാനോ ഇറപ്റ്റായിട്ട് എല്ലാ ഫ്ലൈറ്റ്സും ബാലിയിലേക്കുള്ളത് ക്യാൻസലായി. അത് നമ്മൾ തിരിച്ച് കുറേ നടന്ന് ടൂറിസ്റ്റ് ഡെസ്കിൽ വന്ന് ചോദിച്ചപ്പോൾ 5:10 ഫ്ലൈറ്റ് നമുക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ അതും ചിലപ്പോൾ ക്യാൻസലായേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം എന്നാലോചിച്ച് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ സമയം 10:45 ഉള്ളൂ. ഇവിടെ ചോദിച്ചപ്പോൾ കോലാലംപൂർ 30 ദിവസത്തേക്കുള്ള ഫ്രീ വിസ കിട്ടും ഇമിഗ്രേഷനിൽ പോയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ടും എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല. നമ്മളെന്തായാലും ടൂറിസ്റ്റ് ഡെസ്കിൽ പോയി ചോദിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഞങ്ങൾ ടൂറിസ്റ്റ് ഡെസ്കിൽ പോയി ചോദിച്ചു. അപ്പോൾ അവിടെ അവർ പറഞ്ഞു ഇപ്പോൾ മണി 11 ആവുന്നു. അപ്പോൾ അതെ 11 മണിയായി. അപ്പോൾ ഇപ്പോൾ പോയി നമ്മൾ പുറത്ത് പോയാൽ കോലാലംപൂറൊക്കെ പോവാം. പക്ഷേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് 3 മണിക്കൂർ മുമ്പ് തിരിച്ച് എയർപോർട്ടിൽ എത്തേണ്ടി വരും. അപ്പോൾ പോകാൻ അതിന് മുമ്പ് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫോം ഫില്ല് ചെയ്യാനും ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് വിസ അടിച്ച് കിട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. പോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അതിന് നല്ല നമ്മൾ എയർപോർട്ടിലിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ വിചാരിച്ചപ്പോൾ നമുക്കതാണ് തോന്നിയത്. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് 5 മണിയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവില്ല ആൻഡ് പോകാൻ പറ്റും. ലെറ്റ്സ് ഹോപ്പ്. കുറേ പേര് സ്റ്റക്കായിട്ട് ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ. മലയാളീസും ഉണ്ട്. വേറൊരു ടീമിനെ നമ്മൾ കണ്ടു. അവർക്ക് ഫ്ലൈറ്റ് 8 മണിക്കാണ് റീഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 5 മണിക്ക്. 11 മണി. സമയം കുറേ ഇരിക്കുന്നു. മലേഷ്യ എയർപോർട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തിരുന്ന് നമ്മൾ ചെയ്ത ബുക്കിങ്സൊക്കെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങൾ മെഗ്ഡി മേടിച്ചു. കോലാലംപൂർ എയർപോർട്ടിൽ മെഗ്ഡി മേടിച്ചു. വിശന്നിട്ട് പോയി. ഇന്നലെ രാത്രി കൊച്ചി ലോഞ്ചിൽ നിന്ന് കഴിച്ചതാണ്. പക്ഷെ അധികം കഴിച്ചില്ല. അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. ഞങ്ങളില്ലേ മെഗ്ഡി കഴിച്ചിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങി. ഇനിയും കുറേ സമയം വയ്ക്കും. ഞങ്ങളൊക്കെ നടക്കണം. ചോക്ലേറ്റ് ഷോപ്സ് ഉണ്ട്, വൈൻ ഷോപ്പുണ്ട്, ഞങ്ങളുമുണ്ട്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 10:30 അല്ലേ, 11:30 ഫ്ലൈറ്റായിരുന്നു. അത് ക്യാൻസലായി. നമ്മൾ കുറേ തിരിച്ച് നടന്ന് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിരുന്നു. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി ട്രാൻസിറ്റ് കൗണ്ടറിൽ പോയി ചോദിച്ചപ്പോൾ അവർ വേറെ ടിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 5:50 ഫ്ലൈറ്റാണ്. അതിന് നമ്മൾ എയർപോർട്ടിൽ കുറേ അവിടെ ഇവിടെ ഇരുന്ന് തീർത്തു. കുറേ ഇരുന്നുറങ്ങി. അറ്റ് ലാസ്റ്റ് ബോർഡിങ്ങിൻ്റെ ലൈനിൽ കാത്തിരിക്കുകയാണ്. ബാലി എത്തിയിട്ട് കാണാം. ബാലി എയർപോർട്ടിൽ എത്തിയ ഉടനെ നമ്മൾ പോയത് വിസ ഓൺ അറൈവൽ കൗണ്ടറിലേക്കാണ്.
ഒരാൾക്ക് $35 പേ ചെയ്താൽ വിസ ഓൺ അറൈവൽ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ തന്നെ BCA ബാങ്കിൻ്റെ ATM നിന്ന് കുറച്ച് IDR വിഡ്രോ ചെയ്തു. നമ്മൾ ഓൾറെഡി ഫോറക്സ് കാർഡിൽ $US ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ നിന്ന് ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ booking.com ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റ് ഡിലേ ആയതൊക്കെ നമ്മൾ മെസ്സേജ് വഴി ആളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഈ പുതിയ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയം നോക്കി എയർപോർട്ടിൻ്റെ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കുന്നത് എക്സ്പെൻസീവ് ആണെന്ന് കുറേ വീഡിയോസിൽ കണ്ടതുകൊണ്ട് നമ്മൾ ഡ്രൈവറിനോട് തന്നെ സിമ്മിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ആൾ പരിചയമുള്ളൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. ടെലികോം സെല്ലിൻ്റെ സിമ്മാണ് നമ്മളെടുത്തത്. 20 GB 20 ദിവസത്തിന് വാലിഡിറ്റി. നമുക്ക് തിരിച്ചു വരുന്ന വരെ, അതായത് നമ്മൾ 10 ദിവസത്തെ ട്രിപ്പിനാണ് പോയത്, തിരിച്ചു വരുന്ന വരെ ഇത് റീചാർജ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നില്ല. ഇൻകമിങ് കോൾസ് വരും, നമുക്ക് കോൾസ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനെറ്റ് അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ.